ശ്രീ രമേശ് ചെന്നിത്തല. സർ, ലിവിംഗ് ഡോണറിൽ നിന്ന് അവയവം സ്വീകരിക്കുന്നതാണ് ഇവിടെ പ്രശ്നം. സംസ്ഥാനത്തും സംസ്ഥാനത്തിന് പുറത്തും വളരെ ശക്തമായ മാഫിയകൾ ഈ രംഗത്ത് പ്രവർത്തിക്കുകയാണ്. ഹോസ്പിറ്റൽ മാഫിയ എന്നിവ ചേർന്ന് പാവപ്പെട്ട ആളുകളുടെ ദാരിദ്ര്യവും സാമ്പത്തിക ക്ലേശവും മുതലെടുത്തുകൊണ്ട് കിഡ്നി ഉൾപ്പെടെയുള്ള കരള് തുടങ്ങിയിട്ടുള്ള അവയവങ്ങൾ മാറ്റിവെക്കുന്നതിനെ സംബന്ധിച്ച് ധാരാളം വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അത് ശക്തമായി നേരിടാനും അത് ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾക്ക് വേണ്ടി ആരോഗ്യവകുപ്പ് എന്തെല്ലാം ശക്തമായ നടപടികളാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? സർ, ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസോട്ടോ സംസ്ഥാനത്ത് രൂപീകൃതമായിരിക്കുന്നത്. 2021 ഈ സൊസൈറ്റി നമ്മൾ രൂപീകരിച്ചത്. മരണാനന്തര അവയവദാനത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കുമ്പോഴും അതിൽ ഫോക്കസ് ചെയ്യുമ്പോഴും ട്രെയിനിങ്ങും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും ഈ ലിവിംഗ് ഡോണേഴ്സിൽ നിന്നുള്ള അവയവദാനം സംബന്ധിച്ച് അതിലൊരു ഓഡിറ്റിംഗ് നടത്താനാണ് കേസോട്ടോയ്ക്ക് കഴിയുക. അതായത് ഇപ്പോൾ നിലവിൽ നേരത്തെ മുൻപുള്ള സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ കാലത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത്, ഓരോ ആശുപത്രിയിലും നടക്കുന്ന അവയവദാനത്തിന്റെ കണക്കുകൾ അവർ അപ്പോൾ തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇന്റേണലി ഒഫീഷ്യലി ഇത് നമുക്ക് പരിശോധിക്കാനായിട്ട് കഴിയും. പക്ഷേ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച കാര്യം, ഇതിന്റെ ഇടനിലക്കാർ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ ചൂഷണം ഒഴിവാക്കുക, ഇത് വാസ്തവത്തിൽ ഡിസ്ട്രിക്ട് ലെവൽ ഓതറൈസേഷൻ കമ്മിറ്റിയാണിത് നിശ്ചയിക്കുന്നത്. ഇത് കൊടുക്കണോ, ഇത് അനുവദിക്കണോ, ഈ ഡോണറിൽ നിന്ന് ഈ റെസിപ്പിന്റിന് ഇത് കൊടുക്കണോ, ഇവർ തമ്മിൽ ബന്ധമുണ്ടോ, ഈ പറയുന്നത് ശരിയാണോ? സാർ, ഇത് ഈ DLACയുടെ മുൻപാകെ വരുമ്പോൾ ഒരു പണമിടപാടും ഇല്ല എന്നുള്ളതും ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതുമാണ് ഇതുവരെയുള്ള എല്ലാവരും തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇതല്ലാതെയുള്ള ഒരു പരാതി ഔദ്യോഗികമായി കേസോട്ടോയ്ക്ക് മുൻപിൽ എത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. സർ, തീർച്ചയായിട്ടും ഇങ്ങനെ വാർത്തകൾ പ്രചരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഓഡിറ്റിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. ആ ഓഡിറ്റിംഗ് ആശുപത്രികളെ സംബന്ധിച്ചിട്ടുള്ള കണക്കുകൾ, അതോടൊപ്പം അവയവ മാറ്റം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിൽ കൃത്യമായി ഈ 49 ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും ഓഡിറ്റിംഗ് കേസോട്ടോ നടത്തുവാനായിട്ട് പറഞ്ഞവർ ഓഡിറ്റിംഗ് നടത്തുന്നുണ്ട്. അതിനപ്പുറത്തേക്കുള്ള മനുഷ്യക്കടത്ത് സംബന്ധിച്ചൊക്കെ കാര്യങ്ങളിൽ, ഹ്യൂമൻ ട്രാഫിക്കിംഗിൽ ആഭ്യന്തര വകുപ്പ് പോലീസ് തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് അതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സർ.